ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. നാരായണീയത്തെ നമിച്ചിടുന്നു. ആ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണീയ മധുരം എന്ന നാരായണീയ അക്ഷരോപാസന ഇന്ന് 37ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ നമുക്കറിയാം 4ാമത്തെ ദശകത്തിൽ 7ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇവിടെ ധ്യാനയോഗത്തെക്കുറിച്ചും ആ ധ്യാനയോഗത്തിലെ അഷ്ടാംഗ യോഗങ്ങളെക്കുറിച്ചും ആണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് പട്ടേരിപ്പാടിൻ്റെ നാരായണീയത്തിലൂടെ. ഇവിടെ 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തത്സമാസ്വദനരൂപിണിം സ്ഥിതിം ത്വത്സമാധിമയി വിശ്വനായക ആശ്രിത പുനരത പരിച്യുതാവാരഭേമഹി ച ധാരണാധികം. അയി വിശ്വനായക, ഹേ ജഗത് പ്രഭോ, തത്സമാസ്വദനരൂപിണീം ശുദ്ധ ബ്രഹ്മാനുഭവ സ്വരൂപമായിരിക്കുന്ന സ്ഥിതിം ത്വൽസമാധിം അവസ്ഥാവിശേഷമാകുന്ന അവിടുത്തെ സമാധിയെ, ആ നിർവികൽപ്പ സമാധിയെ ആശ്രിതാഹ പ്രാപിച്ചവരായിട്ട്, അതഹ പരിച്യുതൗ ഈ നിർവികൽപ്പ സമാധിയിൽ നിന്നും ഭ്രംശം സംഭവിക്കുമ്പോൾ പുനഃ ച ധാരണാധികം ആരഭേമഹി വീണ്ടും ഞാൻ ആ ധാരണാദികളെ
ആരംഭിച്ചു കൊള്ളാം എന്നാണ്. ഇപ്പോൾ ഇവിടെ അഷ്ടാംഗയോഗത്തിൽ ഓരോ പടവുകളെയും പ്രത്യേകമായിട്ട് പറഞ്ഞു. ആദ്യം പറഞ്ഞത്, ഞാൻ ഹേ വരദനായിരിക്കുന്ന ഗുരുവായൂരപ്പ, എത്ര കൊണ്ട് ആരോഗ്യം അവിടുത്തെ ഉപാസന ചെയ്യാൻ ആവശ്യപ്പെടേണ്ടോ അത്രയും ആരോഗ്യം എനിക്ക് തരണേ. അതിന് അഷ്ടാംഗ യോഗാനുഷ്ഠാനം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ട് 2, 3, 4, 5, 6 എന്നീ ശ്ലോകങ്ങളിലൂടെ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ 8 യോഗാംഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ ശ്ലോകത്തിൽ യമം, നിയമം, ആസനം എന്നീ 3 യോഗാംഗങ്ങളെയും, മൂന്നാമത്തേതിൽ തുടർന്നുള്ള പ്രാണായാമം, പ്രത്യാഹാരം എന്നിവയെയും, 4ാമത്തെ ശ്ലോകത്തിൽ ധാരണയെയും, അതിനുശേഷം ധ്യാനം, സമാധി എന്നിവയെയും. അപ്പോൾ ഈ സമാധിസ്ഥരാകുന്ന ആളുകൾ അവിടുത്തെ സമാധിയെ പ്രാപിച്ചവരായിട്ട് പിന്നീട് ആ നിർവികൽപ്പ സമാധിയിൽ നിന്ന് ഭ്രംശം സംഭവിക്കുമ്പോൾ വീണ്ടും യമനിയമാദികളിലൂടെ മുന്നോട്ട് കടന്നു വന്ന് ഞാൻ അതിലേക്ക് തന്നെ എത്തും. നിർവികൽപ്പ സമാധി ഭ്രംശത്തിന് ലയം, നിദ്ര, വിക്ഷേപം, അന്യാവലംബം, വിഷയവാസന, രസാസ്വാദം, ഇങ്ങനെ 4 കാരണങ്ങൾ സംഭവിക്കാവുന്നതാണ്. നിർവികൽപ്പ സമാധിയിലിരിക്കുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവുക, അപ്പോൾ ലയം. അതേപോലെ മറ്റൊന്നിലേക്ക് ആലംബനം വരിക, അതിനാണ് അന്യാവലംബം എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വിഷയങ്ങളിൽ താല്പര്യം വരിക, അതിന് കഷായം എന്ന് പറയും. പിന്നെ സവികൽപ്പാനന്ദാസ്വാദനം, ഇങ്ങനെ 4 കാരണങ്ങളുണ്ട്. രസാസ്വാദം, ഇങ്ങനെ 4 കാരണങ്ങൾ അതിന് നമ്മളെ പിന്തിരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ യമനിയമാദികളിലൂടെ വീണ്ടും വീണ്ടും മുകളിലേക്ക് കയറണം. അത്തരത്തിൽ ഞാൻ ചെയ്യും ഗുരുവായൂരപ്പ എന്ന് പറയുകയാണ് ഭട്ടതിരിപ്പാട്. നമുക്കിനി ആദ്യം ആ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലാം. അതിനുശേഷം അതിൻ്റെ ശ്രീഹരിയ പരിഭാഷ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നതോന്നതാവൃത്തത്തിൽ അനുസ്മരിക്കാം. തത്സമാസ്വദനരൂപിണിം സ്ഥിതിം ത്വൽസമാധിമയി വിശ്വനായക ആശ്രിത പുനരത പരിച്യുത വാരഭേമഹിച ധാരണാദികം. ശ്രീഹരിയ പരിഭാഷ. നാരായണ 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 രാധാ ഗോവിന്ദ. ലോകനാഥനായ നിന്റെ ലാവണ്യമേറുന്ന രൂപം ലൗകിക സുഖത്തിൽപ്പെട്ടു മാഞ്ഞിടും നേരം ധാരണാദിയോഗങ്ങളെ ധരിച്ചിടും വീണ്ടും ഞങ്ങൾ ധരാപതേ ലക്ഷ്മീപതേ കാത്തിടേണേ നീ. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണീയമാകുന്ന ഭക്തിസാഗരത്തിൽ മുങ്ങി ശ്രീഹരിയമെന്ന കല്ലു തപ്പിയെടുത്തു. മുത്തും പവിഴവും പോലെ ഭക്തിപൂർവം ഞാനിക്കല്ലും മുരഹരി പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ.